ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞങ്ങൾ ഫൈനലി ഡൽഹിയിൽ എത്തിയിട്ടോ. മണാലിയിൽ നിന്ന് പോകുന്ന പിറ്റേ ദിവസം തന്നെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഒരു കസിൻ ഉണ്ടെന്ന്. അപ്പം നിഷേച്ചിയാണ് ഞങ്ങളുടെ കസിൻ, പിന്നെ ആളുടെ ഹസ്ബൻഡ് മനുവേട്ടനും ഉണ്ട്, പിന്നെ ഞങ്ങളുടെ 2 കുട്ടീസ് അനുവും നീരും. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഡൽഹി ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാം കേട്ടോ. ഇന്ന് ഇവിടെ ഈ സിറ്റിയിലൊക്കെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം എത്തിയത് കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ക്യൂ ഒക്കെ നിന്നിട്ടാണ് ടിക്കറ്റ് എല്ലാം എടുത്തത്. അപ്പോൾ മനുവേട്ട ഒരു ക്യൂവിൽ നിൽക്കുന്നുണ്ട്, പിന്നെ ലേഡീസിന് സെപ്പറേറ്റ് ഒരു ക്യൂ ഉണ്ട്. അപ്പം ഞാനും ചേച്ചിയും കൂടെ ഒരു ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആദ്യം ആരാ എത്താമെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് 2 ക്യൂവിലായിട്ട് ഞങ്ങൾ നിന്നു. അങ്ങനെ ഓൺലൈൻ ഇവിടെ ടിക്കറ്റ് എടുക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കടക്കണത് കേട്ടോ. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾ പോണതൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ ചെറിയൊരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ക്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ അവർ ഉള്ളിലേക്ക് കടത്തി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിലേക്ക് കയറി, പിന്നെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് നോക്കിയാലൊന്നും നമുക്ക് അങ്ങനെ കുത്തബ് മിനാർ കാണുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഉള്ളിലേക്ക് പോകും തോറുമാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത് തന്നെ. പിന്നെ അകലെന്ന് കാണുമ്പോഴാണ് അതൊരു ചെരിഞ്ഞ രീതിയിൽ നമുക്ക് തോന്നുന്നത്. അടുത്തൊക്കെ വന്ന് നോക്കുമ്പോൾ നമുക്കത് ചെരിഞ്ഞതാണോ എന്ന് തന്നെ തോന്നുന്നേയില്ല. അങ്ങനെ ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് അവർ പണിത് വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ആൾക്കാരുടെ കഴിവുകളെല്ലാം ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ. അവരതിനകത്ത് നല്ല രീതിയിൽ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്ഥിരം കലാപരിപാടികളൊക്കെ ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇങ്ങനെ അകലെന്ന് കാണുമ്പോഴാണ് നമുക്കിത് ചെരിഞ്ഞ രീതിയിലൊക്കെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ലോട്ടസ് ടെമ്പിളിലേക്കാണ് കേട്ടോ ഞങ്ങൾ ചെന്നത്. ഇതും നമുക്ക് കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് രാത്രി ലൈറ്റ്സൊക്കെ ഇടുമ്പോഴാണ് കുറച്ചുകൂടി ഭംഗിയെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ പക്ഷേ മോർണിംഗ് പോയതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റില്ല, എന്നാലും അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്കിതിനകത്ത് കയറാൻ പറ്റിയില്ല, നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളൊരു ഉപ്പ് സോഡയൊക്കെ കുടിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് പോയത് സരോജിനി മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇവിടെ പോയില്ലെങ്കിൽ നഷ്ടമല്ലേ. അപ്പോൾ ഇവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഇന്ത്യൻ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ലൈറ്റ് ഷോ അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. നല്ല പതാകയുടെ നിറത്തിലുള്ള ലൈറ്റ് ഷോ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഗേറ്റ്. ഇതിൻ്റെ മുകളിലായിട്ട് 1-ാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലുമായി മരിച്ചിട്ടുള്ള സൈനികരുടെ പേരുകളെല്ലാം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൽഹിയിലെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് കേട്ടോ. ഡൽഹിയിൽ വന്നിട്ട് 2nd ഡേ ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് ആഗ്രയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മോർണിംഗ് തന്നെ റെഡി ആയിട്ട് വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. സിറ്റിയിൽ നിന്ന് കുറേ മാറിയിട്ടാണ്, ആഗ്രയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. അപ്പം ഞങ്ങൾ മോർണിംഗ് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് ചോലെ ഭട്ടൂരയും അങ്ങനെ നമുക്കിഷ്ടമുള്ള ഫുഡുകളൊക്കെ കഴിച്ചായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വണ്ടിയിൽ കയറി. ആനന്ദം പരവേശം കണ്ണാ കണ്ണാ കണ്ണാ
അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്കാണ് കേട്ടോ മധുരൈ വൃന്ദാവൻ എല്ലാം ഉള്ളത്. അപ്പം ഞങ്ങൾ മധുരയിലാണ് പോയത്. മധുരയിൽ പോകുന്ന വഴിക്ക് നമ്മൾ അവിടെയും കയറി കൃഷ്ണൻ ജനിച്ചിട്ടുള്ള ജന്മസ്ഥലത്തൊക്കെ പോയി. അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ വീഡിയോസ് അലൗഡ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് നമ്മൾ ഉച്ചയ്ക്കുള്ള ലഞ്ചും കഴിച്ചു. അപ്പോൾ അതും ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവരുടെ നോർത്ത് ഇന്ത്യൻ ഫുഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം കഴിച്ച് പിന്നെയും നമ്മുടെ യാത്ര തുടർന്നു. ഏകദേശം ഒരു 4-5 മണിക്കൂറൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ആഗ്രയിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നല്ല ട്രാവൽ ഉണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. അങ്ങനെ ഞങ്ങൾ ഫൈനലി നമ്മൾ ആഗ്രയിലെത്തി. അപ്പോൾ ദേ ഞങ്ങൾ ഈ പോകുന്നത് വേറെ എവിടെയല്ല, നമ്മുടെ താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഡൽഹി വന്നിട്ട് ഏറ്റവും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് നമ്മുടെ താജ്മഹൽ. അപ്പം ഞങ്ങൾ താജ്മഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. എവിടെ പോവാ താജ്മഹലാണ്. എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരെ പോയിട്ടാണ് കേട്ടോ താജ്മഹൽ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കയറി വരേണ്ടി വന്നത്. പിന്നെ ഫ്രണ്ടിൽ നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. എല്ലായിടത്തും ഡൽഹിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഗൈഡിനെ കിട്ടി. അപ്പോൾ ആള് ഇതിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ഇതാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് വന്നിട്ട്. എന്ത് രസമാണല്ലേ, നല്ല അടിപൊളിയായിട്ട് അവർ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഇവിടെ കുറേ വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ഈ ഹിന്ദി സിനിമയിലും പാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ആംബിയൻസ് തന്നെയാണ് അവിടെ. പക്ഷേ കുറേ ആളുകളുള്ളത് കൊണ്ട് നമുക്ക് ഇപ്പോൾ അവരെടുക്കുന്ന പോലെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പോയി നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ദേ ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും ഇത് കാണാൻ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ അവരൊരു ഇതുപോലൊരു കവറ് തരും. ഇത് നമ്മൾ കാലിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിത് താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഉള്ളിലെ കുറച്ച് കാഴ്ചകളൊക്കെ. അങ്ങനെ നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ബാക്ക് സൈഡിലായിട്ടാണ് ഇവരുടെ ആഗ്ര ഫോർട്ട് വരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പോകാൻ പറ്റിയില്ല അങ്ങോട്ടേക്ക്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു. പിന്നെ ദേ ഞങ്ങൾ ഇവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. താജ്മഹലിൽ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മളവിടെ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങി. പിന്നെ നമ്മൾ നൈറ്റ് ആയപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡെല്ലാം കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം പിന്നെ ഞങ്ങൾ ഒരു ഫുൾ ഡേ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായില്ല തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ പിറ്റേ ദിവസം മോർണിംഗ് ആണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മോർണിംഗ് ഒക്കെ ഉറങ്ങി. ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനും ചേട്ടനും പിള്ളേരൊക്കെ ആയിട്ട് ഇറങ്ങി. ചേച്ചി വന്നില്ല. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയി ഒരു മാളിലൊക്കെ പോയി കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സമയമായിരുന്നു കേട്ടോ ഇത്. ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾക്ക് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഈ ഫാമിലിയുടെ ഒപ്പം മാക്സിമം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ, പ്രത്യേകിച്ച് ഈ പിള്ളേർ. അപ്പോൾ
അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കമ്പനിയായി. ഞങ്ങൾക്ക് ഇവരെ വിട്ട് പോകാനൊക്കെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് പോയല്ലേ പറ്റുള്ളൂ. ശരിക്കും 10 ദിവസത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പോകുന്നതാണ്. ഞങ്ങൾ അതിൽ കൂടുതൽ സമയം എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ മാക്സിമം ഇവിടെയൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ദേ ഇവിടേക്ക് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് നാളെ രാവിലെ പോകണം. അന്നത്തെ ഒരു രാത്രി ഞങ്ങൾ ഉറങ്ങിയിട്ടില്ലെന്ന് തന്നെ പറയാം കേട്ടോ. ഞങ്ങൾ ആ കുട്ടികളുടെ കൂടെ കുറേ നേരം കളിച്ചൊക്കെ ഇരുന്നു. ഉറക്കമൊക്കെ വരുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടെ കണ്ണും മുഴിച്ചിരിക്കുന്നുണ്ട്. കെ ആണെങ്കിൽ കില്ലർ, പി ആണെങ്കിൽ പോലീസ്. അപ്പോ കില്ലറിന് എല്ലാവരും കണ്ണടിക്കണം, പക്ഷെ കില്ലറിന് കണ്ണടിക്കാൻ പറ്റില്ല. അപ്പൊ ഒരാളിന് കൊല്ലണം. അങ്ങനെ ദേ പിറ്റേ ദിവസം മോർണിംഗ് തന്നെ ഞങ്ങളുടെ ട്രെയിനെല്ലാം വന്നിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ നാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞങ്ങളുടെ 2 ദിവസത്തെ ജേർണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹണിമൂൺ ട്രിപ്പൊക്കെ അടിപൊളിയായി. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് സ്റ്റേ ട്യൂൺ.